ഹായ് പറയൂ. ഹായ്. ഹായ്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഓണം വരെ ലോങ് വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യുക എന്നുള്ളത്, ഓണം സീരീസ് പോലെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഞാനും മോനും നല്ല സ്വഭാവമാണ് കേട്ടോ. എന്താ അറിയില്ല, ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്, ചില ദിവസം നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. രാവിലെ തന്നെ എണീക്കുമ്പോൾ വിചാരിക്കും ഇന്ന് നല്ല ഹാപ്പി ആയിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട്, കാമായിട്ട്, നല്ല ക്ഷമയോടെ പോകണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ പറയില്ലേ, രാവിലെ ദേവിയാവും, ഉച്ചയ്ക്ക് കാളിയാവും, വൈകിട്ട് ഭദ്രയാവും. അതുപോലത്തെ കുറച്ച് ഇമോഷൻസ് എക്സ്പ്രഷൻസുമാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ അത് പോണതൊക്കെ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മറയമ്പള്ളിയിലാണ്. ചേട്ടന് വർക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോനും കൂടെ വരുന്നതാണ്. അപ്പം മുമ്പ് നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പല ഷോർട്സും ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോളും. ചെന്നപ്പോൾ തന്നെ ഒരു സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ വഞ്ചിയിലൊക്കെ കിടന്ന് കറങ്ങായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കൊടകര ഷഷ്ടിക്ക് പോകുമ്പോഴാണ് വഞ്ചിയിലും യന്ത്രൂഞ്ഞാലിലൊക്കെ കയറാറ്. സംഭവം എനിക്ക് ഭയങ്കര പേടിയാണ്, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നു. ഞാൻ പിന്നെ മോന് ഇത് കൂടുതൽ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ പാർക്കിൻ്റെ ഭാഗത്തേക്ക് നിന്നത്. ചേട്ടൻ ഈ സമയത്ത് വർക്ക് നോക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ അവിടെ അങ്ങനെ കറങ്ങിയിട്ട് നിന്നു. പിന്നെ ഇവിടുത്തെ ഈ സ്കൾപ്ചേഴ്സൊക്കെ ഇല്ലേ, സ്കൾപ്ചേഴ്സ് വർക്ക്, അതായത് സിമൻറ്റ് വർക്ക്, അതൊക്കെ ചെയ്തത് ചേട്ടനും ചേട്ടൻ്റെ ടീമും കൂടിയിട്ടാണ് കേട്ടോ. ഏകദേശം ഇവരൊരു 10-15 വർഷം കൂടെ പണിയെടുത്തിട്ടുണ്ട് ഇത്ര. അപ്പോൾ അന്നത്തെ ഫോട്ടോസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ഥലം വരുന്നത് ചാവക്കാട് പഞ്ചവടിയാണ്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ പോരുന്നുണ്ടോ ചോദിക്കും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകളൊന്നും എടുക്കാറില്ല. പെട്ടെന്ന് അങ്ങനെ നിന്ന നിപ്പിൽ അതേ ഡ്രസ്സിൽ അങ്ങനെ അങ്ങോട്ട് കയറി വരണതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നതാണ് ചേട്ടൻ, ഇത് അനിയനാണ് കേട്ടോ. അനിയനാണ് ചേട്ടൻ്റെ ഒഫീഷ്യൽ ഹെൽപ്പർ. ഇവരെപ്പോഴും ഇവിടുത്തെ വർക്കിംഗ് ടൈമിലെ വിശേഷങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇത്തവണ നമ്മൾ ഉള്ളിലോട്ട് അധികം ഒന്നും കയറിയില്ല, കാരണം അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോൾ ഡീപ്പ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെക്ഷനിൽ പോയിട്ട് അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടോളൂ കേട്ടോ. പിന്നെ ഈ ഒരു മത്സ്യകന്യകയില്ലേ, ഇതിൻ്റെ സ്കൾപ്ചർ ചേട്ടൻ ഇങ്ങനെ ചെറുത് ചെയ്തത് നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. അതും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യാം കേട്ടോ, കാണുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇനി വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ വീഡിയോസൊക്കെ ചെയ്യും. ഇവിടെ 400 രൂപയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എൻട്രൻസ് ഫീ ആയിട്ട് വരണതൊക്കെ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബീച്ചാണ്. അപ്പോൾ നമ്മൾ വരണ അവിടെയും കൂടെ കയറി നേരെ ഫ്രണ്ടിലാട്ടോ, വേറെ വഴിക്കൊന്നും പോകണ്ട. അപ്പോൾ ബീച്ചിൻ്റെ അവിടെ വന്നിട്ട് മോന് നല്ല ഇഷ്ടമായിട്ടാ മണലിൽ കളിക്കാൻ വേണ്ടിയിട്ടേ. നമ്മൾ പോയപ്പോൾ നട്ടാപ്പുറ വെയിലായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ ആകാശവും ഭൂമിയൊക്കെ കാണാം, പുറത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ലോങ് പോകാനുള്ള എനർജിയും ടൈമും ഒന്നും ഇപ്പില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് മെനക്കെട്ട് പോകാനൊന്നും പറ്റാറില്ല, ഇങ്ങനെ ഓടിപ്പോയിട്ട് ഓടി വരും കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ പൈപ്പ് ഇളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം.